15 വർഷമായി ഇപ്പോഴും കിട്ടുന്നത് 3000 രൂപ. ഡെലിവറി ഗേൾ ആകേണ്ടി വന്നു. ജീവിതത്തിൽ സംഭവിച്ചത് എന്തെന്ന് നടി കവിത. മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് നടി കവിതശ്രീ. ശ്രീധനം അടക്കമുള്ള ഹിറ്റ് പരമ്പരകളിലൂടെയാണ് കവിത താരമാകുന്നത്. എന്നാൽ ക്യാമറയിൽ നിന്നെല്ലാം ഏറെ അകലെ ചെന്നൈയിൽ ഡെലിവറി ഗേളായി ജോലി ചെയ്യുകയാണ് കവിത ഇപ്പോൾ. താൻ എന്തുകൊണ്ടാണ് ഡെലിവറി ഗേളായി മാറിയതെന്ന് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ കവിത പറയുന്നുണ്ട്. എന്തെങ്കിലും ഒരു ജോലി ചെയ്യണം. മോന് വേണ്ടിയാണ് ആദ്യം സീരിയലിൽ നിന്ന് മാറി നിൽക്കുന്നത്. സ്ത്രീധനം കഴിഞ്ഞ ശേഷം ഒരു ചിട്ടി ഉണ്ടായിരുന്നു. അത് കിട്ടാതെ വന്നപ്പോൾ വാശിക്ക് തട്ടുകടയിട്ടു. എനിക്ക് ലക്ഷ്യമാണ് പ്രധാനം, മാർഗമല്ല. മോന് കുറെ പൈസയുടെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ തട്ടുകടയിട്ടു. അപ്പോൾ സീരിയലിൽ നിന്നും മാറിപ്പോയി. ഇടയ്ക്ക് 1-2 സിനിമകൾ ചെയ്തുവെന്നും കവിത പറയുന്നു. വീണ്ടും റീ എൻട്രി വന്നു. മലയാളിക്ക് പൈസ തരാൻ ഇച്ചിരി മടിയാണ്. വിളിക്കുമ്പോൾ പ്രതിഫലം പറയുക 3000 മുതൽ 3500 വരെയാണ്. 3000-ൽ നിൽക്കാൻ തുടങ്ങിയിട്ട് 15 വർഷമായി. അതുകൊണ്ട് എൻ്റെ മക്കളുടെ പഠിത്തം നടക്കില്ല. ഒരാൾ വിളിച്ചിട്ട് 3000 തരാൻ, വേണമെങ്കിൽ വന്ന് ചെയ്തുകൊള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ വേറെ ആളെ നോക്കിക്കോ എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് വാശി ഇച്ചിരി കൂടുതലാണ്. മകളുടെ പഠിപ്പിന് ഇത്ര രൂപ വേണം, അതിനെന്ത് വഴിയെന്ന് ചിന്തിച്ചു. 1-2 സുഹൃത്തുക്കളോട് പറഞ്ഞപ്പോഴാണ് ചേച്ചി ഈ ജോലി ചെയ്യാമോ എന്ന് ചോദിക്കുന്നത്. അങ്ങനെ ഇവിടെ വന്നു. ഇപ്പോൾ ആഴ്ചയിൽ 14,000 രൂപ വരെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഫീസ് അടയ്ക്കാം, ലോൺ അടയ്ക്കാം, എൻ്റെ കാര്യങ്ങളൊക്കെ സുഖമായി നടക്കും. സിനിമ കാണാൻ ആരുടെയും മുന്നിൽ കൈ നീട്ടേണ്ട, നല്ലതല്ലേ എന്നാണ് കവിത ചോദിക്കുന്നത്. ഡെലിവറി ഗേളായി പോകുമ്പോൾ മലയാളികൾ തിരിച്ചറിയും. എൻ്റെ ചിരി കണ്ടാണ് മനസ്സിലാക്കുന്നതെന്നും കവിത പറയുന്നു. സീരിയലിൽ വരുമാനമുണ്ടെങ്കിലും ചെലവ് കൂടുതലാണെന്ന് കവിത പറയുന്നു. സാരി, ആഭരണങ്ങൾ, മേക്കപ്പ്, ബ്യൂട്ടി പാർലർ എല്ലാത്തിനും പണം മുടക്കണമെന്നും കവിത ചൂണ്ടിക്കാണിക്കുന്നു. മകളുടെ പഠനം കഴിഞ്ഞ് വീണ്ടും സിനിമയിൽ ശ്രമിക്കണം. അഭിനയത്തിന് പ്രായം ഒരു പ്രശ്നമല്ലല്ലോ എന്നും കവിത പറയുന്നു.